പണ്ട് ഓടി വന്നുകൊണ്ട് ഓ ഇത് വിടണ പ്രശ്നമൊന്നുമില്ല എൻ്റെ മോൻ. ഇത് കണ്ടില്ലേ, മോഹമൊക്കെ കഴുകാതെ എനിക്ക് ഇരിക്കാൻ പറ്റൂലേ, അച്ഛനൊന്ന് മോഹമൊക്കെ കഴുകി തരണേ. ഓ ഓ ഓ തുടച്ചു തരാം. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആണേ അല്ലേ? ആ തുടക്കട്ടെ കള്ളക്കുട്ടാൻ ഇപ്പോൾ എല്ലാം ഓക്കെ. അപ്പോൾ ഓട്ടോ ചാട്ടോ ഒക്കെ തുടങ്ങി. വെള്ളം കുടിക്കാൻ ഇച്ചിരി മടിയാണ്. എന്താണ് ഇങ്ങനെ കിടക്കുന്നത്? എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ. എല്ലാവരും ഒന്ന് സഹകരിച്ച് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. സാറിനോടെ വന്ന് നിൽക്കണം എൻ്റെ കങ്കക്കൊട്ടൻ മോഹമൊക്കെ തുടക്കാൻ. ഇത് കണ്ടോ, നല്ല വെള്ളമുണ്ട്. തുടക്കട്ടെ. കഴിഞ്ഞില്ലേ? ഇനി എന്തോന്നാണ്? ഇനി എന്ത് ചെയ്യാനാണ്? മോഹമൊക്കെ തുടച്ചല്ല പോയിൻ്റെ, മോഹമൊക്കെ തുടച്ച് പോയിൻ്റെ. ഇനി എന്തോന്ന് നോക്കിക്കന്ന്. പേസ്റ്റ് വേണമെന്നാണ്. മോൻ്റെ പേസ്റ്റ് വേറെയാണ്, അത് വേണ്ട. എൻ്റെ പേസ്റ്റ് എവിടെ? സ്കൂബിയുടെ പേസ്റ്റ് എവിടെ? കാണിച്ചു തന്നെ പേസ്റ്റും ബ്രഷും കാണിച്ചു തന്നെ. മോൻ്റെ പേസ്റ്റും ബ്രഷും എവിടെയാണ്? എവിടെയാണ്? കാണിച്ചു തന്നെ. പോരാ, അവന് പിന്നെയും കയറി നിൽക്കുന്നു. പോരാ, അവന് മതി. ഉള്ള വെള്ളം മൊത്തം തേച്ച് അവന് പല്ല് തേക്കണം. അതിനാണ് മോന് മമ്മി തേച്ച് തരാം കേട്ടാ. മമ്മ തേച്ച് തരാം. മോൻ്റെ പേസ്റ്റല്ല അച്ഛ തേക്കുന്നത്. അച്ഛൻ പല്ല് തേക്കുമ്പോഴും അച്ഛൻ ഷേവ് ചെയ്യുമ്പോഴും ഒക്കെ കയറി നിൽക്കണം. മോൻ്റെ പേസ്റ്റല്ല. കണ്ണു നോക്കട്ടെ. ഇതിപ്പോൾ എത്രാമത്തെ? എപ്പോഴെപ്പോഴും ഇങ്ങനെ മുഖത്ത് വെള്ളം തുടച്ചുകൂടെ പൊന്നാ. മോൻ്റെ പേസ്റ്റല്ല. മോൻ്റെ പേസ്റ്റ് മമ്മി തരുമല്ലോ, പിന്നെന്താ. വെരി ഗുഡ്. ഇച്ചിരിയൊക്കെ കഴിച്ചു. ഇന്ന് എത്രാമത്തെ പ്രാവശ്യം വെള്ളം കുടിച്ചത്? എല്ലാം അപ്പം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം ഓക്കെ ആയേ. ഇനി കയ്യിലുള്ള അലർജി മാത്രമേ ഉള്ളൂ. ഹായ്, കണ്ടില്ലേ? ആ അലർജിക്കുള്ള മരുന്ന് വരട്ടുണ്ട്. ഇത് കണ്ടോ നക്കുന്നത്? അതും കൂടെ പോയി കഴിഞ്ഞാൽ ഓക്കെ ആയി. അപ്പോൾ 2 ദിവസം നമ്മൾ ആൻറ്റിബയോട്ടിക് നിർത്തിയിട്ട് ഒത്തിരി വലുതായി പോയി കേട്ടോ. പിന്നെയും കൊടുക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ ഭയങ്കര ഇൻഫെക്ഷനുള്ള പപ്പീസ് ഡോക്ടറിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഡോക്ടർ ഇവനെ ചെക്ക് ചെയ്തില്ലേ. ഒരുപാട് ഇൻഫെക്ഷനും വൈറസും ഉള്ള പപ്പീസൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നേ ഹോസ്പിറ്റലിൽ. അപ്പോൾ അത് കാരണം ഇവനെ ചെക്ക് ചെയ്തില്ല. ഇവൻ്റെ ഹെൽത്ത് ഇങ്ങനെയും ഓക്കെ ആണല്ലോ. അപ്പോൾ നാളെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഒരുപാട് അസുഖങ്ങളുള്ളതും വൈറസ് ഫീവറുള്ളവരും പൂച്ചകളും അപ്പോൾ കുറേ പെറ്റ്സൊക്കെ വന്നുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അവർക്കൊക്കെ ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇന്ന് അവനെ നോക്കുന്നില്ല. അടുത്തല്ലേ, നാളെ ആയാലും നോക്കാം. അവരൊക്കെ ദൂരെ നിന്ന് വന്നവരാണ്. ഇന്ന് കൊണ്ടുപോകണം ഒന്നുകൂടെ. ഒന്നുമില്ല, ഹെൽത്തൊന്ന് നോക്കാൻ വേണ്ടി. അല്ലാതെ അവനെ ഓക്കെയാണ്. ഹെൽത്തൊന്ന് നോക്കാനും ആ കയ്യിലുള്ളതൊന്നും കൂടെ അവനെ ഡോക്ടറെ കാണിക്കണം. അതിന് വേണ്ടി അല്ലേ പൊന്നോ. എല്ലാ ആൻറ്റിമാരും അങ്കിൾമാർ ചേച്ചിമാർ ചേട്ടന്മാർ ഞാൻ ഓക്കെയാണ് എല്ലാം കൊണ്ടും. പിന്നെ എന്തെന്നറിയാമോ, ചൂടായിട്ട് ഞാൻ അപ്പം വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഒരു പാത്രത്തിൽ വെള്ളം കൊടുക്കും, പിന്നെയും ആ പാത്രം മാറ്റി വേറൊരു പാത്രത്തിൽ വെള്ളം കൊടുക്കും. അങ്ങനെ പാത്രം 2 എണ്ണം മാറ്റി ഞാൻ വെള്ളം കൊടുക്കുന്ന കേട്ടോ. ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്ത് അത് കഴുകി വെക്കും, പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം കൊടുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ 2 പാത്രത്തിൽ ഞാൻ മാറ്റി കൊടുക്കുന്ന ശുദ്ധമായിട്ട്. ആരാ പൊന്നാ വന്നത്? ആരാ? അങ്കിള്. അങ്കിള് വന്നതാണ്. അങ്കിള് വന്നു. കണ്ടില്ലേ? അതെ, ആരോ എന്തോ കളഞ്ഞ്. ഓ എൻ്റെ കൂടെ പിറകെ വന്നേട്ടോ. ഞങ്ങൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നതാണ്. 2 നേരം വെള്ളം ഒഴിച്ചിട്ട് പോയി. എന്താ ചൂട്! അയ്യോ, കൂടാ വിയർത്തൊഴുകണം കേട്ടോ. രാവിലെ തൊട്ട് രാത്രി എന്നാലും ഒരു രക്ഷയില്ല ചൂടിന്. അപ്പോൾ ഇതേ വന്ന് വെയിലില്ലാത്ത ഒരിടത്ത് നോക്കി കിടക്കുന്ന. രാവിലെ ഈ ടൈമിൽ ഒരു ഇച്ചിരി കാറ്റുണ്ട്. നല്ല പെരും ചൂടാട്ടോ, കൊടും ചൂട്. ഇനി മെയ് ജൂൺ വരെയൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. നാട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ചൂട് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്നലെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചെറിയ എൻ്റെ ഈ വീഡിയോ കണ്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരിക കേട്ടോ.
നിൽക്കണ്ട വാ. ഭയങ്കര വെയിൽ കേട്ടോ, നിൽക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ്. പൊക്കോ പൊക്കോ. നീ പോണോ? അവിടെ കിടന്നോ ഏസിയിൽ? ഭയങ്കര ചൂട് മോനാ. ഡാഡി പോകുമ്പോൾ ഒന്ന് നോക്കിയത് കേട്ടോ, അവന് ചൂട് കൊണ്ടിട്ട് പുറത്തേക്ക് വരാനും പറ്റണില്ല. എന്തായി? ഡാഡിയെ കുളിഞ്ഞ് നോക്കണേ. ടാറ്റ പറ. ടാറ്റ ടാറ്റ പറഞ്ഞേക്ക്. പുറത്തേക്ക് പോകണ്ട, ഭയങ്കര ചൂട്. ഭയങ്കര ചൂട് പൊന്നാ. ചില്ലറ ചൂടൊന്നും അല്ല, ഭയങ്കര ചൂട്. ഇവിടുന്നേ ഉമ്മ കൊടുത്ത് വിട്ടക്ക്. ഇവിടുന്നേ ടാറ്റ പറഞ്ഞ് വിട്ടക്ക്. റോഡിൽ പോകണ്ട കേട്ടാ. ഇവിടെ പൊന്നല്ലേ പറഞ്ഞു കേട്ടാ. ആ അച്ഛൻ പോവേണ്ട. ചൂ ആ അച്ഛൻ മറയുന്നകത്ത് പോയി കിടന്നോളാൻ തണുപ്പത്ത്. ആ ടാറ്റ പറഞ്ഞേ. ഇവിടെ പോകണ്ട പോകണ്ട. എന്നെ നോക്കുന്ന പോണോ വേണ്ടയോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. വേണ്ട, ചൂടാണ് പൊന്നാ. എവിടെ? അവിടെ ഭയങ്കര ചൂടാണ്. പോണോ പൊന്നെ? ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്. മമ്മിയുടെ മുഖത്ത് നോക്ക്, മമ്മിയുടെ മുഖത്ത് നോക്കി. പോണോ? എന്നാൽ ശരി, പോയിട്ട് വാ. കണ്ടോ, ആദ്യം എന്നോടൊന്ന് കുണുങ്ങി ചോദിച്ചു പോണോ വേണ്ടേന്ന്. ചൂടായണം പോണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പോവാനാണ്. അച്ഛനെ കൊണ്ടാക്കിയില്ലെങ്കിൽ അവനൊരു വിഷമായേക്കും. പോയിട്ട് വരട്ടെ. പോയിട്ട് വാ പൊന്നു, പോയിട്ട് വാ. മാമ വരണുണ്ട്, മാമ വിളിക്കാൻ വരണുണ്ട്. പോക്കോ, കുഴപ്പമില്ല, പോയിട്ട് വാ. ഓ അയ്യോ, ചാടി തുള്ളി ഓടി. പതുക്കെ വീഴല്ലേ. വീണ് ഇനി അങ്ങനെ കിടക്കാനാണോ? ഓടി വരുന്നു അച്ഛ പോകുന്നുണ്ട്, ഓടി വരണു. ടാറ്റ പറഞ്ഞേക്ക്. ഇനി ഒരു വിഷമം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവന്. ഇങ്ങനെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ അവന് ഒരു വിഷമം ഉണ്ടാവില്ല. ടാറ്റ. ശരി ബാ, പോവാ. കഴിഞ്ഞല്ല. ഇനി ആ വിഷമം വേണ്ടല്ല. ഡാഡിയെ കൊണ്ടാക്കിയില്ല എന്ന്. പൊക്കോ. ഇരിക്ക് തരാം. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ്? സുഖമാണ് കേട്ടോ. ഇവനിപ്പോൾ ഓക്കെയാണ് കേട്ടോ. ആ കയ്യിൽ ഒരു അലർജി മാത്രമേ ഉള്ളൂ. അത് 2 ദിവസം ഡോക്ടർ ആൻറ്റിബയോട്ടിക് നിർത്താൻ പറഞ്ഞുകൊണ്ട് അതൊന്ന് വലുതായി. അത് ഇന്നലെ തൊട്ട് പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത്തിരി കൊഞ്ചൽ കൂടി കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോയിൽ വെള്ളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കൊഞ്ചൽ കൂടി ഇവന്. നമ്മുടെ അസുഖമൊക്കെ വന്നപ്പോൾ എല്ലാവരും സ്നേഹിച്ച് ഈ നാട്ടിലും വീട്ടിലും മമ്മിയും ചേച്ചിയും ചേട്ടനും നാട്ടിലുള്ള അങ്കിൾമാരും ഈ ഇലാക്കയിലുള്ളവരൊക്കെ സ്നേഹിച്ചപ്പോൾ ഇവന് മനസ്സിലായി. ഇവനപ്പോൾ കുറച്ച് കൊഞ്ചൽ കൂടി. അപ്പോൾ എന്താണ്, വെള്ളം അവൻ കുടിക്കുക അത്യാവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവന് എന്ന് പറഞ്ഞാൽ ഇവനൊരു 5 ലിറ്റർ 6 ലിറ്റർ വെള്ളം എങ്ങനെയും കുടിക്കും ഡെയിലി. അങ്ങനെയാണ്. ഇപ്പം എന്നാൽ ഒരു പാത്രത്തിൽ കഴിക്കത്തില്ല, വെള്ളം കുടിക്കത്തില്ല. അപ്പം ഞാൻ ഒരു പാത്രം കഴുകി വെള്ളം കൊടുത്തതിന് ശേഷം അടുത്ത നിമിഷം ഞാൻ വേറൊരു പാത്രത്തിൽ കഴുകി വെള്ളം കൊടുക്കും. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കൊഞ്ചൽ ഇത്തിരി കൂടി. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കണം അവന്. ആ കൊഞ്ചൽ കുടിയുണ്ടാണ് കേട്ടോ. അല്ലാതെ വെള്ളം കുടിയൊക്കെ ഇഷ്ടം പോലെയുണ്ട്, ഒന്നുമില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഡോക്ടർ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അവർ ഔട്ട് ഓഫ് സ്റ്റേഷനായി വന്നത്. ഇന്നലെ 7 മണിക്ക് ചേംബർ തുറന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോൺ വിളിച്ചു ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു 9 മണിക്ക് കൊണ്ടുവരാം. ഞാൻ 9 മണി വരെ ഞാനും മോനും കൂടെ വന്നപ്പോൾ ഇഷ്ടം പോലെ പെറ്റ്സുകളും കിറ്റൺസും ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും വൈറസ് ഫീവറും ഇൻഫെക്ഷനും ഒക്കെയാണ്. അപ്പോൾ കുഞ്ഞു പെറ്റ്സുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇവനെ 9 മണിയാകുമ്പോൾ 9:30 മണിയാകുമ്പോൾ ഇവിടെ ഒന്ന് പെറ്റ്സുകളുടെ കുറവുണ്ടാവും, ഇവിടെ അടുത്ത് തന്നെ അല്ലേ ഓടി വരാമല്ലോ എന്ന് പറഞ്ഞു. 9 മണിക്ക് ചെന്നപ്പോൾ എന്താണ്, അതിനേക്കാൾ ആൾക്കാർ പിന്നെയും വണ്ടിയിലായിട്ട് പെറ്റ്സുകൾ കൂടി വന്നു കേട്ടോ. അങ്ങനെ വന്നപ്പോൾ മോൻ ചോദിച്ചു എപ്പോൾ വരണം സാറെന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു ഇവിടെ കണ്ടില്ലേ നിറച്ച് ഇൻഫെക്ഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ അവൻ്റെ ഹെൽത്ത് ഓക്കെയാണ്, സ്കൂബിയുടെ ഹെൽത്ത് ഓക്കെയാണ്, അവന് വേറൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇൻഫെക്ഷനും വൈറസും ഉള്ളവരാണ്. അപ്പോൾ ആ ഒരു റൂമും ഉണ്ട്, പിന്നെ ഒരു ഓപ്പറേഷൻ റൂമും ഉണ്ട് അതിൻ്റെ അകത്ത് കേട്ടോ. അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ അങ്ങേര് സമ്മതിക്കത്തില്ല, അതാണ്. അപ്പോൾ ഒരു റൂമും ഉണ്ട് എല്ലാവർക്കും ഇരിക്കാനും ഇവരെ ചെക്ക് ചെയ്യാനും ഇവരെ കിടത്തി ചെക്ക് ചെയ്യാനും, പിന്നെ ഒരു റൂം ഓപ്പറേഷൻ റൂമാണ്. അപ്പോൾ ഇവനെ ഇത്രയും വലിയ പെറ്റല്ലേ, അപ്പോൾ ഇവനെ കൊണ്ടുപോകും. ബാക്കിയെല്ലാം ചെറിയ പെറ്റ്, പിന്നെ സ്ട്രീറ്റിൻ്റെ പപ്പീസ് അവിടെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇവൻ ഇങ്ങനെ ഹെൽത്ത് ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വൈറസും ഇൻഫെക്ഷനും ഉള്ള പെറ്റ്സുകൾ വന്നുകൊണ്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. നാളെ 8 മണിക്ക് വന്നു. അപ്പോൾ ഇന്ന് 8 മണിക്ക് ഞങ്ങൾ പിന്നെയും കൂടെ. അപ്പോൾ ഇവനെ വേറെ ഒന്നുമില്ല കേട്ടോ, ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം, അതിന് വേണ്ടിയാണ്. ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ആ കയ്യിൽ ഇതൊക്കെ കണ്ടു അയാൾ റോഡിൽ അയാൾ പോകുമ്പോൾ കാണുന്നുണ്ട്, പാലൊക്കെ മേടിക്കാൻ പോകുമ്പോൾ കണ്ടെങ്കിലും അവർ ഫീസ് മേടിക്കുന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ കുറേ പ്രാവശ്യമായി ഫീസ് മേടിക്കുന്നില്ല. പക്ഷേ ഞാൻ ജബർദസ്തി ബലാത്കാരമായിട്ട് പറഞ്ഞു, സാറ് ഫീസ് മേടിക്കാതെ ഇങ്ങനെ നോക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഫീസ് മേടിക്കും. അപ്പോൾ നമ്മൾ അവനെ കൊണ്ടുപോയി കാണിച്ചിരുന്നാലേ അവിടെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ അയാൾ ഫീസ് മേടിക്കത്തില്ല. അപ്പോൾ ഡോക്ടർ ഫീസ് മേടിക്കണമെങ്കിൽ ഇവനെ കൊണ്ടുപോകണം. അപ്പോൾ എന്താണ് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് അദ്ദേഹം ഫീസ് മേടിക്കാൻ മടിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഈ കയ്യിലെ ഒരു അലർജി മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ ഇവന് മാസ്ക് വെച്ചിട്ട് മരുന്ന് പുരട്ടി കൊടുക്കണം. മാസ്ക് വെച്ചിട്ട് കേട്ടോ, മാസ്ക് വെച്ചിട്ട് മരുന്ന് പുരട്ടി കൊടുക്കുമ്പോൾ ഒരു അരമണിക്കൂർ അത് പിടിച്ചിരിക്കും. ഡോക്ടർ പറഞ്ഞ മാസ്ക് വെച്ചിട്ടും ഇവന് മാസ്ക് വയ്ക്കുമ്പോൾ എന്തോ ഒരു വെപ്രാളമൊക്കെയാണ് കേട്ടോ. പക്ഷേ മാസ്ക് വെച്ചിട്ട്, മാസ്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ പെറ്റിൻ്റെ തന്നെ മാസ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നക്കത്തില്ല, കുറച്ച് നേരം നക്കത്തില്ല. അപ്പോൾ മാസ്ക് കെട്ടിയിട്ട് തേച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെന്നിട്ട് ഒന്നും കൂടെ ഇവൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ തൂക്കണം. അപ്പോൾ മോനെ ഇവനെ എടുത്ത് പൊക്കാൻ പറ്റുള്ളൂ, മനസ്സിലായോ? ഇവനെ പൊക്കണമെങ്കിൽ മോനും മോൻ്റെ കൂട്ടുകാരും വേണം, എനിക്ക് പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് മോനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ മോനെ 7:30 ഓഫീസിൽ നിന്ന് വന്നിട്ട് ഒരു 8-8:30 മണിയാകുമ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ ഇവനെ ചെക്ക് ചെയ്യും. അല്ല പിന്നെ എന്തൊക്കെ എൻ്റെ വിശേഷം എന്നൊന്ന് പറഞ്ഞേ പൊന്നു, പറഞ്ഞ് എല്ലാവർക്കും സുഖമാണ്. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ പൊന്നു. ഹായ്. ഇങ്ങനെയാണോ ഹായ്? ഒന്ന് ആക്റ്റീവായിട്ട് കൊടുക്ക്. എല്ലാ ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്ക്, ആൻറ്റിമാർക്ക്, അങ്കിൾമാർക്കൊക്കെ ഒന്ന് ഹായ് കൊടുത്തേ പൊന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ ഫ്രണ്ട്സ്, ഭയങ്കര പൊരിഞ്ഞ ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴും വിയർത്തുകൊണ്ടിരിക്കുന്നു. അതാണ് ചൂട് ഇവിടുത്തെ. നമ്മൾ കുളിക്കെന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്നില്ല, ഒഴിക്കൽ നിന്ന് നിൽക്കുമ്പോൾ പിന്നെയും വിയർത്തും, അത്രയ്ക്ക് ചൂടായിട്ടോ. അപ്പോൾ ഇത് കാരണം ഇവന് പുറത്തൊക്കെ ഇറങ്ങി വരാൻ ഭയങ്കര മടി. അവൻ്റെ അച്ഛൻ പറഞ്ഞു, നീ ആ റൂമിൽ തന്നെ ഇരുന്നോ, തണുപ്പത്ത് തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ. പിന്നെ ഞാൻ പോണ്ട ഈ ചൂടത്തെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് കുണുങ്ങി നോക്കിയത്. ഞാൻ പോട്ടെ മമ്മി എന്ന അനുവാദം ചോദിച്ചാണ്. അപ്പോൾ അത് പോയി ഒന്ന് അച്ഛനെ കണ്ടില്ലെങ്കിൽ അവന് വിഷമവുമാണ്. അതുകൊണ്ടാണ് ഒന്ന് പോയി നോക്കട്ടെ, പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചേച്ചിയില്ല. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തതും അത് തന്നെയാണ്. ചേച്ചി ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ചേച്ചി വിടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ ലോങ് വീഡിയോ ഇടാനും പറ്റിയില്ല. അതാണ് കേട്ടോ. അവന് ആ തണുപ്പത്ത് വന്ന് കിടക്കണം. അവന് AC ഇട്ട് കൊടുത്ത് വന്നിരുന്നാലും. ഇതൊന്നും വായിലേക്ക് ഇട്ടതോ കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ചോക്ലേറ്റ് അല്ല, കഴിക്കൂല ഇതൊന്നും. ഇത് നമ്മൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഡൈജഷൻ ആവാൻ വേണ്ടി കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തുടക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് കൊച്ച് ഫുഡൊക്കെ കഴിച്ച് മെഡിസിൻസൊക്കെ കഴിച്ചിട്ട് വന്നാണേ. അപ്പോൾ കിടക്കുന്നതാണ് കേട്ടോ. കഴുകിക്കൊണ്ടൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വന്നാൽ എപ്പോഴെപ്പോഴും അവനെ തുടക്കാനും പാടിയില്ല വെള്ളം. അപ്പോൾ ഫ്രണ്ട്സ്, അവന് ഇന്ന് പഴവും തൈരൊക്കെ കൂട്ടിയാണ് കൊടുത്തത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ. ഭയങ്കര ചൂട്, പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല കേട്ടോ. രാത്രിയും പകലും ഒക്കെ ചൂടാണ്. സത്യത്തിൽ അടുക്കളയിലൊക്കെ നിന്നൊന്നും കൂടുകൂടാ വിയർത്ത് പറയാൻ പറ്റുന്നില്ല ആ ചൂട്. പിന്നെ നമ്മൾ ഇവനെ ഇന്നലെ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചതുപോലെ വെള്ളം നിൽപ്പുണ്ട് പൊന്നാ. ഡോക്ടറിനോട് നമ്മൾ ചോദിച്ചു, ഇവനെ ഇത്രയും കെയറായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്, ഒരു ചെളിയിൽ ഇറക്കുന്നില്ല, ഒരു വെള്ളത്തിൽ ഇറക്കുന്നില്ല, ലുക്ക് വാം വാട്ടറിൽ ഡോക്ടർ പറഞ്ഞ നിർദ്ദേശപ്രകാരം ഭക്ഷണം ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവനിങ്ങനെ പെട്ടെന്ന് വന്നാൽ ഡോക്ടർ പറഞ്ഞു എന്തെന്ന് പറഞ്ഞാൽ അത് ലാബിന് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരും. പിന്നെ ഇവർക്കൊക്കെ എന്താണ് പെട്ടെന്ന് വരുന്നത്, എത്ര
നമ്മൾ സ്ട്രിക്റ്റായിട്ട് നോക്കിയിരുന്നാലും പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുഡൊക്കെ ഡോക്ടറിനറിയാം. ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊന്നും ഇവന് കൊടുക്കാറില്ല. എണ്ണയിട്ടതോ ഞങ്ങൾ കഴിക്കുന്നതായിട്ടുള്ള എണ്ണയിട്ടതോ നെയ്യിട്ടതോ വെണ്ണയിട്ടതോ മീനോ ഇന്ന് വരെ ഞാൻ ഇവനെ കൊണ്ടുവന്നേ പിന്നെ ഇവന് മീൻ കൊടുത്തിട്ടില്ല കേട്ടോ. മീൻ കൊടുത്തുകൂടാന്ന് പറഞ്ഞ് പിന്നെ ഞാൻ മീൻ കൊടുത്തിട്ടില്ല. പലരും കൊടുക്കുന്നുണ്ടാവാം, പക്ഷേ ഞങ്ങൾ മീൻ കൊടുക്കുന്നില്ല. പിന്നെ മറ്റുള്ള ഇറച്ചികൾ കൊടുക്കാറില്ല, ഒൺലി ചിക്കൻ. ഞങ്ങളിവിടെ ചിക്കനാണ് വെക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ മാത്രമേ അവന് വേണ്ടി ആൾക്കാരുണ്ട് ചിക്കൻ കൊണ്ടുവരാനും ചിക്കൻ മേടിച്ചുകൊണ്ട് വരാനും കടകളുണ്ട്. ആ ചിക്കൻ കടയിൽ നിന്നാണ് കൊടുക്കുന്നത്. ചിക്കൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ വച്ച് അവന് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടാണ് കൊടുക്കുന്നത്. അവന് എണ്ണയിട്ടതോ ഞങ്ങളുണ്ടാക്കുന്ന ഫുഡുകളോ ഞങ്ങളുണ്ടാക്കുന്ന കറികളോ അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. ഇന്ന് വരെ കൊടുത്തിട്ടില്ല കേട്ടോ. അവൻ അത്ര നല്ല ഭംഗിയായിട്ടാണ് നോക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ അലർജിക്കലായിട്ടൊക്കെ വരണമെന്ന് പറഞ്ഞാൽ അലർജിയൊക്കെ പല രീതിയിൽ വരാം. വെറ്റ് കൊണ്ട് വരാം, ചിലപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നില്ലേ മോർണിംഗ് വാക്കിന്, അപ്പോൾ സ്ട്രീറ്റ് പപ്പീസൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് വരാം. അങ്ങനെയൊക്കെ വരാമെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ലാബിന് വരുന്നതെന്ന് പറഞ്ഞാൽ സ്കിൻ ഡിസീസാണ്. പിന്നെ ഇവർക്കൊക്കെ പെട്ടെന്ന് എന്താ വരണമെന്ന് അറിഞ്ഞൂടാ. അന്ന് തന്നെ രാത്രി പെട്ടെന്ന് ഇവൻ ഞങ്ങളോടൊക്കെ കളിച്ചിരുന്ന് അങ്ങോട്ട് പോയി കിടന്ന് പിന്നെയാണ് പെട്ടെന്നൊരു ഡിസ്ബാലൻസ് ആയിപ്പോയത് ഒരു കാലിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറഞ്ഞാൽ കട്ടിലിൻ്റെ ഇടയിൽ ഇവൻ കിടക്കുന്നുണ്ട്, അവിടെ എങ്ങാണ്ടോ അടിച്ചു കൊണ്ടതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. പക്ഷേ ആ ഒരു 1.5 മണിക്കൂർ ഞങ്ങളെയും വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ അവൻ എനിക്ക് അപ്പോഴാണ് ഈ നാട്ടുകാരുടെ പോലും അറിയാൻ പറ്റിയത്. കാരണം ഇവനെ ഇത്ര അധികം സ്നേഹിക്കണമെന്ന് ഒരു പറ്റ ആൾക്കാരെ വന്നു കേട്ടോ ഇവനെ കൊണ്ടുപോകാനും ഡോക്ടറെ വിളിക്കാനും ഒക്കെ. അപ്പോൾ ഇത്ര ഇഷ്ടമാണ്. അപ്പോൾ ഈ നാട്ടുകാർക്ക് പോലും അറിയാം ഞങ്ങൾ എങ്ങനെയാണ് ഇവനെ നോക്കണം എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നാട്ടുകാർ അത്ര ഇതിൽ പെട്ടെന്ന് ഓടി വന്നത്. മോൻ്റെ ഫ്രണ്ട്സുകളാകട്ടെ ഇവിടുത്തെ ഇലാക്കയിലുള്ള ആൾക്കാരാകട്ടെ സ്കൂബിക്ക് എന്ത് പറ്റിയെന്നും പറഞ്ഞോണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കൂടെ സ്നേഹിച്ച് ഇവൻ ഇത്തിരി കൊഞ്ചിപ്പോയി കേട്ടോ. ഇപ്പോൾ വേറെ ഒരൊറ്റ ദിവസത്തെ മരുന്ന് കൊണ്ട് എല്ലാം മാറുകയും പിടിക്കുകയൊക്കെ ചെയ്തു. എന്നിരുന്നാലും ഞങ്ങൾക്ക് പേടിയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ഇവനെ ഓരോന്ന്. എപ്പോഴും ഞാൻ ഇന്നലെ ഡോക്ടറിനോട് ചോദിച്ചതിൻ്റെ ഒരു കാര്യം, ഇത്രയും ഫുഡിൽ ഞങ്ങൾ റെസ്ട്രിക്ഷൻ കൊടുക്കുന്നുണ്ട്, കുളിയിൽ റെസ്ട്രിക്ഷൻ കൊടുക്കുന്നുണ്ട്, പുറത്ത് ചെളിയിലോ അവനെ അങ്ങനെയൊന്നും വിടാറില്ല, കുഞ്ഞുനാൾ തൊട്ടേ വിടാറില്ല. പിന്നെ ഇപ്പോൾ ചൂടായതുകൊണ്ടാണ് അവൻ ഈ തറയിൽ കിടക്കുന്നത്. തറ ഞങ്ങൾ 2 നേരമൊക്കെ തുടക്കുന്നതാണ്. ദീപകം ഒന്ന് തുടക്കും, ഞാൻ തുടക്കും, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അടിച്ചു വാരുന്ന സ്ഥലം 2-3 പ്രാവശ്യം അടിച്ചു വാരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല, അവർ മൃഗങ്ങളല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ വരാം. എത്ര നമ്മൾ നോക്കിയിരുന്നാലും വരാം, അതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനില്ല ഇവിടെ അടുത്ത് എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു. ഇപ്പോൾ എൻ്റെ മോൻ ആരാമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചേട്ടനെ വിടണം. ചേച്ചി ഇല്ലാത്തയും അച്ഛനും പോയതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ചേച്ചി ഇനി 2 ദിവസം കഴിഞ്ഞ് വരും, വെള്ളിയാഴ്ച വരും ചേച്ചി. ഇനി അത് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെ പോവും. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം. അപ്പോൾ ആരും തന്നെ പേടിക്കണ്ട, അവൻ പെർഫെക്റ്റ്ലി ഓക്കെ ആയി. ഈ കൈയുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അലർജി. അത് മരുന്നും കൊടുത്തു. അത് മരുന്ന് തേക്കാൻ ഒരു 3 പ്രാവശ്യം തേച്ചാൽ മതി. പക്ഷേ ഇവൻ സമ്മതിക്കുന്നില്ല, ഇവൻ നക്കുന്നു കേട്ടോ. അതുകൊണ്ട് മാസ്ക് ഉണ്ട് ഇവന്. ആ മാസ്ക് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ. അപ്പോൾ ഒരു അരമണിക്കൂർ അത് പിടിച്ചിരുന്നാൽ നല്ലതാണ്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ചൂടൊക്കെ ഒന്ന് കുറയട്ടെ, നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.